അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാം മാനവികതയുടെ ദർശനം എന്ന ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് KNM മോർച്ച മണ്ഡലം സംഘടിപ്പിക്കുന്ന ഈ സദസ്സിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള ഉദ്ഘാടകൻ നമ്മുടെ സലീം ഫാറൂഖി അവരുകളെയും ഈ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷം വഹിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷൈൻ പി ഇബ്രാഹിമിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് MS അലി സാഹിബിനെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യൂണിറ്റിൻ്റെ സെക്രട്ടറി അക്ബർ KM മരങ്ങാടിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഈ പ്രസീഡിയം അലങ്കരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ഷൈൻ പി ഇബ്രാഹിം KNM മണ്ഡലം പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട നമ്മുടെ മണ്ഡലം സെക്രട്ടറി കാസിം ക, സലീം ഫാറൂഖി, പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് നമ്മുടെ എല്ലാ പ്രവർത്തകർ, സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ വളരെ കാലികമായ ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളിൽ വളർന്നു വരുന്ന മൊബൈൽ അഡിഷൻ, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡ്രഗ് അഡിഷൻസ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ട മറ്റുള്ള ഗൈഡൻസ്, കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ബൃഹത്തായ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ തയ്യാർ ചെയ്തിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇസ്ലാം മാനവികതയുടെ ദർശനം എന്ന പ്രമേയമാണ് നമുക്ക് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനുള്ളത്. ഏത് രീതിയിൽ നോക്കിയാലും ഇസ്ലാം ഏതർത്ഥത്തിലും മാനവികമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ആദം അലൈഹിസ്സലാമും ഭാര്യ ഹവ്വായും നമ്മുടെ പിതാക്കൾ മാതാക്കൾ ഇവരുടെ തലമുറയായി വന്നവരാണ് നമ്മളെല്ലാം എന്നും നിങ്ങളെല്ലാം തന്നെ ഏകോദര സഹോദരന്മാരാണെന്നും നിങ്ങളിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉച്ചനീചത്വങ്ങളില്ലാതെ ഇന്ന അബാക്കും വാഹിദ് ആദവും മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുള്ളതാണ്, ആദമിൻ്റെ സന്തതികളാണ് നിങ്ങളെല്ലാവരും എന്ന ഒരു ആശയമാണ് ഇസ്ലാമിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഇവിടെ അതുപോലെ തന്നെ മാനവികമായ എല്ലാ മേഖലകളിലും ഇസ്ലാം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നീ വയറ് നിറച്ച് ഉണ്ണാൻ കഴിയില്ല നിനക്ക്. അതുപോലെ തന്നെ ഏതൊരു വിഷയത്തിലാണെങ്കിലും ഇസ്ലാം വയ്ക്കുന്ന മാനവികമായ മൂല്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മാനവികമായ മൂല്യങ്ങളെ ജനങ്ങളിലേക്ക് പകർന്നു നൽകുക എന്നുള്ള ഒരു ചെറിയ ദൗത്യമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഉദ്ഘാടനത്തിനായി സലീം ഫാറൂഖിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KNM മണ്ഡലം പ്രസിഡന്റിന് നന്ദി അറിയിക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ സലീം ഫാറൂഖിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ ഷൈൻ, അതേപോലെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച
മണ്ഡലം സെക്രട്ടറി കാസിം സാഹിബ്, ഇവിടെ അതിഥികളായി എത്തിച്ചേർന്ന ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാന്യനായ പായിപ്ര പഞ്ചായത്ത് പ്രസിഡൻറ്റ് MS അലി, കബീർ സാഹിബ്, സിദ്ദീഖ് സാഹിബ്, സൈഫുദ്ദീൻ, മിസ്ഹബ്, മുഹമ്മദ് യാസീൻ, ഈ യോഗത്തിന് നന്ദി പറയുന്ന PM കബീർ, സദസ്സിലുള്ള MM നദിവി അടക്കമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, മുളവൂർ പ്രദേശത്ത് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി ഇത്ര വിപുലമായ ഒരു മണ്ഡലം സമ്മേളനം സംഘടിപ്പിക്കുകയും വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലും എല്ലാ പ്രദേശത്തു നിന്നും നല്ലൊരു ജനക്കൂട്ടത്തെ ഇവിടെ പങ്കെടുപ്പിക്കാൻ അക്ഷീണം പ്രവർത്തിച്ച ബഹുമാന്യരായതിൻ്റെ മണ്ഡലം കമ്മിറ്റിയോടുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആദ്യമായി അറിയിക്കുകയാണ്. കേരള നേതൃത്വ മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് കുടുംബസംഗമവും മണ്ഡലം സമ്മേളനവും എന്നത്. എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ഇതേപോലെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. വലിയ പ്രാസംഗികന്മാരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതും പ്രസംഗിക്കുന്നതും. വളരെ കാലിക പ്രസക്തമായൊരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇസ്ലാം മാനവികതയുടെ ദർശനം. ലോക മാനവികതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമായ പരിശുദ്ധ ഹജ്ജ് കർമ്മം നടക്കുന്ന ഈ വേളയിൽ തന്നെ തികച്ചും പ്രസക്തമായ ഈ ഒരു ക്യാപ്ഷൻ തിരഞ്ഞെടുത്തത് തീർത്തും അവസരോചിതമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യാ യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ജനങ്ങളെ, നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചു, നിങ്ങളെ വിവിധ ഗോത്രങ്ങളും ഒക്കെ ആക്കി മാറ്റിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പേര് തന്നതും നമുക്ക് ഗോത്രങ്ങൾ തന്നതും നമുക്ക് കുടുംബങ്ങളുണ്ടായതും നമുക്ക് പ്രാദേശികമായ പരിഗണന നൽകിയതെല്ലാം തന്നെ നമ്മൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ളത് അത്ഖാക്കും, നിങ്ങളിൽ അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഭക്ഷണം, നമസ്കാരം എന്നിവ നമുക്ക് ഉദ്ഘാടനത്തിന് സെഷന് ശേഷമായിരിക്കും ഉണ്ടാവുക. എല്ലാവരും ഉദ്ഘാടന സെഷൻ കഴിയാതെ ഇവിടുന്ന് പിരിയരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠനായി പറഞ്ഞ് നിങ്ങളിൽ നിന്ന് സൂക്ഷ്മതയുള്ള ആളുകളാണ്.
അതിസൂക്ഷ്മത എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. ആ സൂക്ഷ്മതയ്ക്കുള്ള പര്യായപദമാണ് ശരിക്കും പറഞ്ഞാൽ മാനവികത എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് നടക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അനുധാവനം ചെയ്യാനും കഴിഞ്ഞാൽ അത് തഖ്വയുടെ ലക്ഷണമായി കാണാം. ആ തഖ്വ ഉള്ളവർക്ക് ഈ മാനവികത എന്ന് പറയുന്നത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു വരുത്തണമെന്നല്ല, മാനവികതയുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മളെന്ന് മറ്റുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം നീങ്ങിപ്പോയി എന്നുള്ളതാണ്. എന്തൊക്കെ മനുഷ്യൻ മോശമാണെന്ന് പറയുന്ന എന്തൊക്കെയുണ്ടോ അതിലൊക്കെ നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ പങ്ക്, നമ്മളെന്ന് പറയുന്ന ഈ ഇരിക്കുന്ന ആളല്ല, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആരുടെയെങ്കിലും പങ്ക് സാധാരണ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വിഭാഗവും നമ്മളായി മാറിയെന്നുള്ളതാണ്. നമുക്കറിയാൻ കഴിയും, ഏത് സാഹചര്യത്തിലായാലും ശരി ഇസ്ലാം അതിനെ ഒന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് കാശ്മീരിലുണ്ടായ ആ ഭീകര പ്രവർത്തനങ്ങൾ, അതിന് ശേഷമുണ്ടായത്, അതിന് മുമ്പുണ്ടായത്, ഇതൊന്നും തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നതോ ഇസ്ലാം പ്രോത്സാഹിക്കപ്പെടുന്നതല്ല. അവിടെ നമുക്ക് നമ്മൾ കാണാൻ കഴിയുന്നത്, ഇവിടെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തി പോയ ആളുകളെ അത് ചെയ്യരുത് എന്ന് പറയുകയും അത് തടയാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകളെ പോലും കൊന്നൊടുക്കുകയുണ്ടായി. അവരാകട്ടെ മുസ്ലിം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് സമുദായത്തിൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് ഉൾപ്പെടുത്താൻ വിവിധ ആളുകൾ വല്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇസ്ലാം അതിനെതിരാണ് എന്നും ഒരു ഭീകരപ്രവർത്തനത്തെയോ അതേപോലെ തന്നെ ഒരു വർഗീയ പ്രവർത്തനത്തെയോ ഇസ്ലാം അനുകൂലിക്കുന്നില്ല എന്നും അവർ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും നല്ല വേദിയായി നമുക്ക് ഈ മണ്ഡല സമ്മേളനങ്ങളും ഇതിലെ വേദികളും ആക്കി കൊടുക്കണമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സംഗതി എന്താ പറഞ്ഞാൽ, നമ്മുടെ യുവതയെ കാർന്നു തിന്നുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടൊരു ക്യാപ്ഷനാണ് രണ്ടാമത്തെ ക്യാപ്ഷനായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാൻ കഴിയും, പണ്ടൊക്കെ ഒരു കുറേയൊക്കെ കാലം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നത് പ്രായം ചെന്ന ആളുകളോ യുവാക്കളോ ആയിരുന്നു. ഇന്ന് ലഹരി ഉപയോഗിക്കുന്നത് യുവാക്കളും അതേപോലെ തന്നെ പ്രായം ചെന്ന ആളുകൾ മാത്രമല്ല, LP സ്കൂളിലെ കുട്ടികൾ മുതൽ 12ാം ക്ലാസ് വരെ കുട്ടികളാണ് ഒരുപക്ഷെ ലഹരി ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതലെന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ചു, കോഴിക്കോട്ട് ഷഹബാസ് എന്ന ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയ ആ 6 പ്രതികൾക്ക്, അവരിപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലാണുള്ളത്, 6 പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു കോടതി വിധി കാണാനിടയായി. ഈ കോടതി വിധിയിലെ ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6 കുട്ടികളുടെയും അവരുടെ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതികളായി ജുവനൈൽ ജസ്റ്റിസ് ഹോമിലുള്ള ആ കുട്ടികൾ 2 പേര് എല്ലാ വിഷയത്തിലും A+ വാങ്ങിയ ആളുകളാണെന്നുള്ളത്. അഥവാ 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ റാങ്ക് നേടിയ ആളുകളാണ് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, തീരെ മോശക്കാരായ ആളുകളല്ല ഇതിലൊക്കെ പങ്കെടുക്കുന്നത്, ഇതിലൊക്കെ ഭാഗവാക്കാവുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ലഹരിയുടെ ഉപയോഗം, അത് രാസലഹരിയുടെ ഉപയോഗം കൂടുന്നതുകൊണ്ടാണ്. എങ്ങനെ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? അതാണ് MSMഉം ISMഉം ഇത്തരം ഒരു ക്യാമ്പയിനിലൂടെ, ഇപ്പോൾ ലഹരി അതിനെപ്പറ്റി ഒരു ക്യാമ്പയിൻ തന്നെ, നാശമാണ് ലഹരി, അടുപ്പിക്കരുത് എന്ന് MSM ISM ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇത് യുവാക്കളിലും കുട്ടികളിലുമാണ് ഇത് കൂടുതലുള്ളതെന്നുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ തന്നെ അവർ കണ്ടെത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലഹരി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഗതി തന്നെയാണ്. ലഹരി ഉണ്ടായേ പറ്റൂ. ലഹരി ഉണ്ടെങ്കിൽ മാത്രമേ ആരായാലും അവരുടെ പ്രവർത്തന രംഗത്ത് വിജയിക്കാൻ കഴിയൂ. പക്ഷേ ലഹരി എന്ന് പറയുന്നത് ഈ മദ്യാസക്തിയിലുള്ള ലഹരി ആവരുത്, മറിച്ച് ധാർമ്മികതയിൽ ഊന്നിയ ലഹരിയാകണം. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമസ്കാരം ഒരു ലഹരിയാകാം, ഖുർആൻ ഒരു ലഹരിയാകാം, പഠനം ലഹരിയാകാം, സാമൂഹ്യ പ്രവർത്തനം ലഹരിയാകാം, വായനവും പ്രസംഗവും എല്ലാം ലഹരിയാകാം. ശരിക്കു പറഞ്ഞാൽ അവരെ ദീനിയായ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവരതിലൂടെ വന്ന് ആ ലഹരിയിലൂടെ പോയി അവർക്ക് സമൂഹത്തിന് ഗുണകരമായ ഒരു അവസ്ഥയിലേക്ക് മാറാൻ കഴിയും. ഇപ്പോഴും നമുക്കറിയാം, ഒരു മദ്രസയുടെ ലോഗോ പ്രകാശനം ചെയ്യുകയുണ്ടായി. ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അതിൽ നിന്നൊക്കെ മോചനം നേടാനുള്ള ഇവരെ സഹായിക്കുന്നതുള്ളതാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഒരുപാട് ആളുകൾ സംസാരിക്കാനുമുണ്ട്. അസുഖ നമസ്കാരത്തിന് മുമ്പ് തീർക്കേണ്ടതുണ്ട്. എന്തായാലും ഈ മൂവാറ്റുപുഴ മണ്ഡലം
ദീർഘകാലമായി നമുക്ക് പരിചയമുള്ളതാണ് മൂവാറ്റുപുഴ മണ്ഡലം. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ റിമോട്ട് ഏരിയയിൽ പ്രതികൂല കാലാവസ്ഥയിൽ ഇങ്ങനെ ഈ സമ്മേളനം സംഘടിപ്പിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ നമ്മുടെ ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് എത്താൻ കഴിയാതെ വന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ എത്തിയത്. ഈ യോഗം, ഈ മഹാസമ്മേളനം നിന്ന് ഞാൻ പേരിടുന്നു. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനമായി പ്രഖ്യാപിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ തിരക്കുകളുണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ സലീം ഫാറൂഖിക്ക് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി ആശംസ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാന്യ നേതാവ് MS അലി സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പ്രതികൂല കാലാവസ്ഥയിലും മൂവാറ്റുപുഴ മണ്ഡലം സമ്മേളനം, KNMന്റെ മൂവാറ്റുപുഴ മണ്ഡലം സമ്മേളനം ഇത്രയും വിജയപ്രദമായി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ മഴ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ഈ സാഹചര്യത്തിൽ ഇവരെ കൊണ്ട് ഇത്രയും ആൾക്കാരെ ഇവിടെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു, ഇവരെ അഭിനന്ദിക്കുന്നു. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇത്രയും സഹോദരി സഹോദരന്മാർ ഇവിടെയുണ്ട്. നമ്മളുടെ നാട് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിട്ട് ഓരോരുത്തരും അവരവരുടെ വീടുകളും കുട്ടികളെയും കുടുംബത്തിലുള്ളവരെയും വളരെയധികം ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കണമെന്നും പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് അവർക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഒഴിവാക്കിയെടുക്കണമെന്നും ഈ ലഹരിക്കെതിരെ എല്ലാവരും, സ്ത്രീകളും കുട്ടികളും മുതിർന്നവർ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണമെന്നും. നമ്മളുടെ നാട് വളരെ വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരിക്ക് എല്ലാം ചെറുപ്പക്കാരാണ്. നമ്മളുടെ SLCക്കും +2നും പഠിക്കുന്ന കുട്ടികളാണ് ലഹരിക്ക് അടിമപ്പെടുന്നത്. എന്നിട്ട് അവർ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ എന്താണെന്ന് പത്രമാധ്യമത്തിൽ കൂടെ എല്ലാം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടിട്ട് എല്ലാവരും ലഹരിയുടെ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ അത് വീക്ഷിക്കണമെന്നും അത് പോരാടണമെന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വൈകിയ വേളയിൽ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇതിൻ്റെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ഞാൻ ഇതിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതിന് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസയെ അർപ്പിച്ച് സംസാരിച്ച ബഹുമാന്യ പായിപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് അലി സാഹിബിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് സഗീർ കാക്കനാടാണ്. അദ്ദേഹം KNM ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ മഴയുടെ സാഹചര്യത്തിലും മൂവാറ്റുപുഴ മണ്ഡലം സമ്മേളനം വളരെ ഭംഗിയായി ഇവിടെ നടക്കുകയാണ്. വേദിയിൽ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, KNMൻ്റെ, ISMൻ്റെ, MGMൻ്റെയൊക്കെ പ്രതിനിധികൾ, ഇവരെല്ലാവരും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഹദാനിയത്ത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടി പരിശ്രമിച്ച ഒരവസ്ഥയിലാണ് നാം ഇവിടെ ഉള്ളത്. ഖുർആൻ, അല്ലാഹു തആല ഖുർആനിലൂടെ നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് നമ്മളാണ് ഉത്തമ സമുദായമെന്നാണ്. ആ സമുദായത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്: നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. ഈ സമ്മേളനങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെയെല്ലാം നാം ചെയ്യുന്നത് അതുപോലത്തെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇന്ന് ആൾദൈവങ്ങളുടെ കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ വിശ്വാസ വൈകല്യങ്ങളിലൂടെ ശിർക്ക് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ
കോഴിക്കോട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു വ്യക്തി മുദബ്ബിറുൽ ആലം ആണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ള ഈ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ തൗഹീദ് ഏകത്വം വിളംബരം ചെയ്തുകൊണ്ട് പ്രവാചകന്മാർ പഠിപ്പിച്ച ആ സന്ദേശം ഇന്നും സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് നമ്മൾ. അവർക്കാണ് അല്ലാഹു തആല നാളെ പരലോകത്ത് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ തുടക്കം നേരത്തെ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടൊരു മദ്രസ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന ഒരവസ്ഥ. അത് ഭാവിയിലും അവന് ഉപകാരപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. KNM-ൻ്റെ മുൻകാല പ്രസിഡൻറ്റുമാരിൽ ഒരാളായ ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അദ്ദേഹം യുക്തിവാദിയായിരുന്നു. യുക്തിവാദിയായ കാലഘട്ടങ്ങളിലും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അത് പ്രചരിപ്പിക്കുകയും സമയത്തും അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ എനിക്കുണ്ടായിരുന്നെങ്കിലും ഏകനായ അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അതെൻ്റെ മാതാപിതാക്കൾ ചെറുപ്പകാലത്ത് നൽകിയ മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് അത് ലഭിച്ചത് എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ചെറുപ്പകാലത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ആ ഉപദേശ നിർദ്ദേശങ്ങൾ, പഠനങ്ങളെല്ലാം അവരുടെ ഉള്ളിൽ രൂഢമായി കിടപ്പുണ്ടാവും. ഏതൊക്കെ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോഴും അവൻ്റെ ചിന്ത ഈമാനികമായ വിശ്വാസം ഉള്ളിലേക്ക് വരുന്ന സമയത്തിൽ അത് ബോധ്യപ്പെടുകയും അതിലേക്ക് ഈ അള്ളാഹുവിലുള്ള വിശ്വാസം ഉൾപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഈ മദ്രസ വിദ്യാഭ്യാസത്തെ മുൻഗാമികൾ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് അതിന് സാഹചര്യമൊരുക്കുകയും അത് രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് ഭാവിയിലുള്ള വലിയൊരു തലമുറയെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. അത് മറ്റ് നമ്മളുമായി എതിർത്ത് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ മറ്റ് സംഘടനകളെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ അത് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിലെ ആത്മഹത്യാ പ്രവണത കുറവാണ് എന്ന് പലരും സംസാരിക്കുന്നത് തന്നെ ഈ വിശ്വാസ പ്രമാണങ്ങൾ അവരുടെയൊക്കെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ ലഭിച്ചതുകൊണ്ടാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് ലഭിക്കുന്ന ആ താല്പര്യം, അത് ചെറുപ്പകാലത്ത് അവരെ സംരക്ഷിക്കുന്നതിനുകൊണ്ട് നാളെ പരലോകത്ത് ലഭിക്കുന്ന ഗുണത്തെ പറ്റിയുള്ള ഓർമ്മ ഉള്ളതുകൊണ്ടാണ്. ഒരു കാലഘട്ടത്തിൽ മിഷണറി പ്രവർത്തനത്തിലൂടെ പല കാര്യങ്ങൾ സഹായങ്ങൾക്ക് നൽകി മുസ്ലിം സമുദായത്തിലെ പലരെയും വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിച്ച മിഷണറി പ്രവർത്തകർക്ക് പോലും അവരിൽ ഒരാളെപ്പോലും കിട്ടായിരുന്നത് പഴയകാലത്ത് പറയാറുണ്ടായിരുന്നു ഉമ്മമാർ, നല്ല വ്യക്തിയാണ്, പക്ഷേ അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവരുടെ അവസാനം മോശമായി പോകുമെന്ന്. ആ ഒരു ചിന്ത നമ്മുടെയൊക്കെ പഴയകാല ഉമ്മമാരില്ലല്ലേ. പരലോകത്തിൻ്റെ വിശ്വാസങ്ങളെല്ലാം ഉണ്ടായത് ഇതിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ചെറുപ്പം രൂപപ്പെടുത്തിയെടുക്കാൻ, ഉത്തമ സമുദായത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ, ലഹരിയിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ നമ്മുടെ സമൂഹത്തെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ പഠനമാണ്. അത് നമ്മൾ എന്നും നിലനിർത്തിക്കൊണ്ടുപോകാം. ഇന്ന് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന വായന, അത് ഖുർആനിൽ ആദ്യമായി ഇറക്കപ്പെട്ട ആയത്ത് തന്നെ ഇഖ്റ എന്ന് വായിക്കുക എന്നാണ്. വായന അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കാൻ പറഞ്ഞത് ഈ വായനയുടെ ഗൗരവം തന്നെ നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. വായന അത് നമ്മുടെ പഠനത്തിന്, ഭാവിയിലേക്കുള്ള നമ്മുടെ എല്ലാ ഉയർച്ചയ്ക്കും അത് ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ്. ഇന്ന് അതുകൊണ്ട് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ തന്നെ ഖുർആനിൻ്റെ തഫ്സീറുകളൊക്കെ വായിക്കാൻ തന്നെ പലരും പുറകോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ ഈ ഉത്തമ സമുദായത്തിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോവുകയും ഈ കൂട്ടായ പരിശ്രമങ്ങളിലൂടെ എന്നും നമ്മൾ ഈ ഐക്യം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ആയി വളരെയും നാളെ അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിലേക്ക് നമ്മളെല്ലാവരെയും അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
ജസാക്കുമുല്ലാഹ് ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും. അടുത്തതായി നമ്മുടെ ആശംസ അർപ്പിക്കുന്നത് സിദ്ദിഖ് പി ഹസൻ മുളവൂർ. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ ജസാഉൽ ഇഹ്സാന ഇല്ലൽ ഇഹ്സാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ കൂട്ടായ്മയെ വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ശ്രദ്ധേയമായ ക്യാമ്പയിൻ മണ്ഡലം സമ്മേളനം അതിൻ്റെ പകുതിയിലേറെ എത്തിയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് വേണ്ടി ഇതിന് ഉദ്ഘാടകനായി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാറൂഖി, അതുപോലെ തന്നെ സഗീർ ക, ഷൈൻ, അതുപോലെ തന്നെ കാസിം ക എന്നിവർ, അതുപോലെ നമ്മുടെ യൂണിറ്റിന് വേണ്ടി പ്രതികരിക്കുന്ന മറ്റ് സാരഥികളെ, അതുപോലെ സദസ്സിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരായ പരീദ് സാർ, അതുപോലെ നദിവി, അതുപോലെ പി എം ഹസൻ സാർ. ശ്രദ്ധേയമായ ഈ പ്രോഗ്രാം നമ്മൾ ഈ എത്തിയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ചെയ്യുവാനുള്ള മഹത്തായ ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് ദീനെത്തിക്കുക, തൗഹീദുള്ളവരായി മാറുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശാഖകളിലും മണ്ഡലങ്ങളിലുമൊക്കെയും ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന QHLS സംവിധാനങ്ങൾ അത് യൂണിറ്റുകളിൽ സർവാത്മകമായി നടത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഖുർആൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ മക്കളെ നമ്മൾ തൗഹീദ്, ഖുർആൻ പഠിക്കുന്നതിന് മുന്നേ തൗഹീദ് എന്താണെന്ന് പഠിപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ ഒരു പണ്ഡിതൻ പറഞ്ഞത് ഖബറുകൾ ചുറ്റപ്പെട്ടതായി മാറരുത് എന്നതുകൊണ്ടാണ്. മുളവൂരിൻ്റെ മണ്ണിൽ ഈ തൗഹീദിൻ്റെ ശബ്ദമുയർത്താൻ നമുക്ക് കഴിഞ്ഞത് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കരങ്ങൾ ശക്തി പകർന്നുകൊണ്ടാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിക്കൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ, പൗരോഹിത്യത്തിൻ്റെ അകപ്പെട്ടിരുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനു വേണം 15 വർഷങ്ങൾക്ക് മുന്നേ മുളവൂർ പള്ളിപ്പടിയിൽ ഒരു പ്രഭാഷണത്തിൽ പോലും ചീമുട്ടയെറിയുകയും അതുപോലെ തന്നെ അവരെ ആക്ഷേപിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൻ്റെ മണ്ണിലാണ് ഈ മുളവൂരിൽ നമ്മൾ ഈ പരിപാടി വച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഈ പരിപാടിയിൽ പങ്കെടുത്തത് ബഹുഭൂരിപക്ഷവും ഈ അയൽവാസികളാണ്. ഞാൻ കാണുന്ന കണ്ണുകളിൽ അവർക്ക് കാണാം അവർ ഇത് പഠിക്കുവാൻ വേണ്ടി ഈ സദസ്സിലേക്ക് വന്നത് നമ്മുടെ ഈ അയൽവക്കത്തുള്ള ഒരുപാട് ആളുകൾ. നമ്മൾ പോയി ക്ഷണം സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ മണ്ഡലം കമ്മിറ്റി സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൊന്നിരിക്കപ്പറമ്പിൽ ഒരു മദ്രസത്തു തൗഹീദ് എന്ന നിലക്ക് ഒരു മദ്രസയുടെ ശനി ഞായർ വെക്കേഷൻ ദിവസങ്ങളിലെ ക്ലാസ്സും ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ തൗഹീദിൽ നിശ്ചിതമായി പഠിപ്പിക്കുകയും സുന്നത്ത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ഒരു ഹദീസ്, ഒരു ഖുർആനിൻ്റെ വചനം അത് നമ്മൾ നെഞ്ചിലേറ്റുമ്പോൾ ആ ഒരു വചനമാണ് എന്നെ സ്വാധീനിച്ചത്, ഖുർആനിൻ്റെ ഹദീസാണ് എന്നെ സ്വാധീനിച്ചത് എന്ന് നമ്മുടെ മദ്രസകളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പഠിച്ചു പോകുന്ന കുട്ടികൾ പറയുവാൻ സന്നദ്ധമാകുന്ന രീതിയിൽ നമ്മുടെ മദ്രസയെ വളർത്തിയെടുക്കണം. ആ കുട്ടികൾ ഒരു ഖുതുബ നടത്തുന്ന അല്ലെങ്കിൽ ദഅവത്ത് രംഗത്തിൽ അവരെ സജീവമാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മുളവൂരിലെ നമ്മൾ വളരെ പ്രതിസന്ധിയിലാണെങ്കിലും നമ്മളൊരു മദ്രസ തട്ടിക്കൂട്ടിയത്. അപ്പം മണ്ഡല സമ്മേളനത്തിൻ്റെ ഭാഗമായി അതൊരു പ്രകാശനം ചെയ്തു. എല്ലാവരും അതിന് സഹകരിക്കുക. അതുപോലെ ഈ പരിപാടി വിജയമാക്കാൻ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായ ആശംസ നേരുന്നു. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ബഹുമാന്യ ISM മണ്ഡലം പ്രസിഡന്റിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സൈഫുദ്ദീൻ പായ്പ്രയെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളം മണ്ഡലം സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഉദ്ഘാടന സെഷനിലാണ് നമുക്കുള്ളത്. നമുക്കിനി പ്രധാനപ്പെട്ട 2 സെഷന് കൂടി നടക്കാനുണ്ട്. ഒരു കാര്യം മാത്രം ഉണർത്തുന്നു. QHLSൻ്റെ വാർഷിക പരീക്ഷ ഈ വരുന്ന ജൂൺ 8-ാം തീയതി നടക്കുന്നുണ്ട്. നമുക്ക് മൂവാറ്റുപുഴയിലും പായ്പ്രയിലും അതിൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ വെളിച്ചം അടുത്ത ഘട്ടം ഉടനെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ പരമാവധി ആളുകൾ ഖുർആൻ പഠനത്തിന് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം ഉണർത്തുന്നു. ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.
ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ബഹുമാന്യ ISM സെക്രട്ടറിക്ക് നന്ദി അറിയിക്കുന്നതുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി PM കബീർ സാഹിബ് പെരുമറ്റം, അദ്ദേഹം KNMൻ്റെ ട്രഷറാണ്, അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം. KNM മൂവാറ്റുപുഴ മണ്ഡലം സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെക്ഷനിൽ പങ്കെടുത്ത, അതിനകത്ത് അധ്യക്ഷത വഹിച്ച ഷൈൻ P. ഇബ്രാഹിം, ഉദ്ഘാടനം ചെയ്ത സലീം ഫാറൂഖി, മറ്റ് പ്രസംഗകരെ ആശംസ അർപ്പിച്ച ആളുകൾ, ഈ വൈകിയ വേളയിൽ നമസ്കാരത്തിൻ്റെയൊക്കെ സമയമായ സ്ഥിതിക്ക് ഇനി ഒത്തിരി മറ്റു കാര്യങ്ങൾ സംസാരിക്കാനില്ല. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ച എല്ലാവർക്കും, സർവോപരി ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.